വാഴക്കരുവാട് ഫ്രൈ ചെയ്തത് കഴിച്ചാലോ? ഓക്കേ. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഓക്കേ. ദേ കപ്പ പുഴുക്കിനുള്ള കപ്പയും വാഴക്കരുവാടിനുള്ള ഉള്ളിയും ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്താലോ? അപ്പോ ദേ ക്ലീൻ ചെയ്ത് വെച്ച് കപ്പ വെട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇതിന് നമുക്ക് കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുത്താൽ മതിയല്ലോ. മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഒരു 2 വിസിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കാം. വാഴക്കരുവാട് വറുക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ച സവാളയാണ് ഇത്. ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴക്കരുവാട് ക്ലീൻ ചെയ്തെടുത്താലോ? 2 നല്ല വാഴക്കരുവാട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ വാഴക്കരുവാട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് കഴുകി ഒരു 3-4 വേള നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ വാഴക്കരുവാടിന് ഉപ്പുള്ളത് കൊണ്ട് അല്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് പരത്തി ഒരു 10 മിനിറ്റ് വയ്ക്കാം. കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു 2 വിസിൽ വേവിച്ച് എടുക്കാം. ഈ കരുവാടിലും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് കപ്പപ്പുഴുക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. തേങ്ങയും അല്പം ജീരകം, അല്പം വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. കാന്താരി മുളകാണ് ബെസ്റ്റ്. കാന്താരി മുളക് കിട്ടാത്തതുകൊണ്ട് പച്ചമുളക്. ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണമേ. ഇത് മഞ്ഞപ്പൊടി കപ്പയിൽ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ കുറച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വാഴക്കരുവാട് ഫ്രൈ ചെയ്തെടുത്താലോ? അതിനുവേണ്ടി ഒരു തവ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അത് ചൂടാകുമ്പോൾ നമുക്ക് ഈ വാഴ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയ കരുവാട് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ 2 വറ്റൽമുളക് നമുക്ക് അരിഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതല്പം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് വഴലാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇതുപോലെ നന്നായിട്ട് വഴളുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയത് എടുക്കണം. കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി താളിച്ച് പുഴുക്കാക്കി എടുക്കാം. വഴണ്ടു വന്ന ഉള്ളിയിലേക്ക് നമുക്ക് അല്പം മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ അതിലേക്ക് വറുത്തു വെച്ച
കരുവാടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചു നേരം അടച്ചു വെച്ച് നമുക്ക് അത് പുരട്ടിയെടുക്കാം. അടുത്ത് നമുക്ക് കപ്പപ്പുഴുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൽ അല്പം കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം തേങ്ങ ചതച്ചു വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കപ്പയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന് ആവശ്യമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇത് അല്പം പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ കപ്പ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കപ്പ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. സൂപ്പർ കപ്പ പുഴുക്ക് തയ്യാർ. ഇനി നമുക്കൊന്ന് കഴിച്ചാലോ? കരുവാട് ഫ്രൈയും കപ്പപ്പുഴുക്കുമായിട്ട് കഴിച്ചാലോ? സൂപ്പർ. സൂപ്പർ കപ്പപ്പുഴുക്ക്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തണേ എങ്ങനെയുണ്ടെന്ന്. നല്ല സൂപ്പറാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരുവാടും ഒരു അല്പം പഴങ്കഞ്ഞി കൂടെ ഉണ്ടെങ്കിൽ സെറ്റായി. ഇന്ന് നമുക്ക് കഴിക്കാൻ പോയാലോ?